ഹായ് ഫ്രണ്ട്സ്, ഫിഷിംഗ് ത്രീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ചെമ്മീൻ പിടിക്കാനാണ്. നമ്മുടെ സാധാരണ പുഴയിൽ നിന്ന് ചെമ്മീൻ പിടിക്കാൻ വേണ്ടിയാണ്. അത് ഇച്ചിരി ഒരു പ്രത്യേകതരം തീറ്റയൊക്കെ ഇട്ട് സെറ്റാക്കി ഒരു മിശ്രിതം ഉണ്ടാക്കി ഉണ്ടയായിട്ട് കുഴച്ച് നമ്മുടെ ആറ്റി കൊണ്ടിട്ട് വെക്കും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയി വീശി എടുക്കുന്ന ഒരു രീതിയാണ്. അതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ തീറ്റയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. ഒരു 3-4 ടൈപ്പ് സാധനമുണ്ട്. അത് മേടിച്ച് അത് മിക്സ് ചെയ്ത് ഉണ്ടാക്കി അതുകൊണ്ട് ആറ്റി ഇട്ട് ഒരു 6 മണിയാകുമ്പോൾ ഇട്ട് ഒരു 6:15 ആകുമ്പോൾ വീശി തെളിയെ പിടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചു തരാം. ഗായ്സ്, ഇത് തേങ്ങാ പിണ്ണാക്ക്. ഇതുണ്ട് ഇതുപോലത്തെ ഉരുളകൾ നമ്മൾ കല്ല് വെച്ച് ഇടിച്ച് ചതച്ച് നല്ല തരിയാകണ്ട, തീരെ പൊടിയാക്കണ്ട, ഏകദേശം ഒരു തരി രൂപത്തിലാക്കണം. നല്ല ചൂടുള്ള പിണ്ണാക്ക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കപ്പ തൊലി കളഞ്ഞിട്ട് നേരെ കല്ലായിട്ട് ഉരച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയോ എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. അത് ശകലം മൈദ, ഒത്തിരി ഒന്നും ഇടണ്ട, ശകലം മൈദ ഇട്ടാൽ മതി. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ച് വെച്ചേക്കോ, ബാക്കി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ സീക്രട്ട് സാധനം. ഈ സാധനമാണ് മെയിൻ സാധനം. ഇത് ഞാൻ അവസാനം കാണിച്ചു തരാം, മിക്സ് ചെയ്യാൻ തരം കാണിച്ചു തരാം. അപ്പോൾ കപ്പ അരച്ച് ഇതിങ്ങനെ മിക്സിക്ക് ശകലം വെള്ളം ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കണം. അത്രയും പരിപാടി വേണം. ബാക്കി മിക്സ് ചെയ്യുന്ന കാണിച്ചു തരാം. ഇത് ശകലം മൈദ കുറച്ച് ആവശ്യമുണ്ട്. കൂടി പോകല് കറക്റ്റ് ആയിരിക്കണം. ഒരുപാട് പശയാകരുത്, ഇന്ന് തീരെ ലൂസുമായി പോകരുത്. ഈ നമ്മുടെ സീക്രട്ട് സാധനമുണ്ട്. ഇതാണ് നമ്മുടെ സീക്രട്ട് സാധനം. ഈ ലാസ്റ്റ് കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് നമ്മുടെ സീക്രട്ട് സാധനം. കണ്ട, ഇതാണ് നമ്മുടെ പശുവിൻ്റെ ചാണകം. അപ്പം ഇനി കമൻറ്റ് കൂടി ഇനി കവറിനകത്ത് പിടിക്കുന്ന കാരണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഈ തീറ്റയ്ക്ക് നമുക്കൊരു 15 രൂപ തേങ്ങാ പിണ്ണാക്കിന് നമ്മുടെ ചാണകം 5 രൂപയ്ക്ക് കപ്പ്. വേറെ ഒന്നും ചിലവായിട്ടില്ല. ഇത്ര ഉള്ളതായിരിക്കും. ഇതിന് നമുക്ക് വേറൊരു കൂടിനകത്തോട്ടാക്കി നേരെ പോയേക്കാം. സമയം ഇപ്പം തന്നെ ലേറ്റായി. നമുക്ക് വേറെ കൂടിനകത്താക്കി പോയേക്കാം. നമ്മൾ ആറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ ആ സൈഡിലും ഈ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ തീറ്റ എറിഞ്ഞിടാൻ പോകണം. കാണിച്ചില്ല. അപ്പോൾ ചെമ്മീനുള്ള തീറ്റ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ എറിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊരു പൊടിവലയുണ്ട്. 9 കിലോ മുഴവും 6 കിലോ മണിയാണ് നമ്മുടെ പൊടിവലയുടെ വെയിറ്റും അളവും. അപ്പം അതുമായിട്ട് വന്ന് ഒരു 6-7 മണിയാകുമ്പോൾ വന്ന് വീശാം. ഇരുട്ടായിരിക്കും, പറ്റുന്ന രീതിയിൽ നമുക്ക് റെഡിയാക്കാം. അപ്പം നമുക്ക് തീറ്റയ്ക്കെല്ലാം കൂടെ കൂടിപ്പോയി കഴിഞ്ഞാൽ 45 രൂപ 50 രൂപ ആയിട്ടുള്ളൂ. വീഡിയോ കാണുന്നവർ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. അപ്പം നമ്മൾ ഫസ്റ്റ് വീശാനുള്ള വലയൊക്കെ റെഡിയാക്കി അനക്കെ ഇല്ലാതെ പയ്യെ പോയി വീശാൻ പോവാണ്. ചെമ്മീൻ പിടിക്കുന്നത് എന്തോരം ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങ് പോകുന്നുണ്ടോ? വല പോകുന്നുണ്ടോ? ഒഴുക്കുണ്ടോ? സകല ഒഴുക്കോ, പോത്തൊന്നുമില്ല. അത്രയും വെയിറ്റുള്ള വലയല്ല. ഈ അടിയടുത്ത് ചേർത്ത് വലിച്ചു. വലുണ്ടോ? വല കെട്ടുന്നുണ്ടോ? അത് വിളിക്കും. അപ്പോൾ ഒത്തിരി പുറകോട്ട് പോകണ്ട. അവിടെ JCB മാന്തിയിട്ടേക്ക് വേണ്ട, വണ്ടമും ഇല്ല. കുറുവ കൊഞ്ച് ഞാൻ ബാക്കി നോക്കാം. ഉണ്ട് എടുത്തെടുത്ത് അല്ലെങ്കിൽ കാണത്തില്ല, അതാണ് എടുത്തെടുത്ത് കിട്ടും. ചാടിപ്പോയി.
കിട്ടിയോ? ഞാൻ കോട്ട് നീടണേ. ചാക്ക് ചാക്ക് വെള്ള ചാക്ക്. എന്നാ ചാട്ടാണ് കിടക്കണേ. ഏത് ഇതാണ് ചെമ്പി. നമ്മളിന്ന് ബക്കറ്റ് നടക്കും കായ്. നമ്മുടെ മീൻ കളത്ത് നമ്മൾ ഇതിലോട്ട് പോയിട്ടില്ല. ഓടി പോകത്തില്ല. അവിടെ അവിടെ നമ്മളെ വരാതെ നോക്കാം. അപ്പോൾ ഗൈസ് ഈ ഫസ്റ്റ് വീശിന് തന്നെ നമുക്ക് നല്ലൊരു കുഞ്ചിനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ 2 വീശൂടെ വീശിയിട്ട് നമ്മുടെ മെയിൻ സ്ഥലമുണ്ട്, അവിടെ പോയി വീശാം. അവിടെ ഇച്ചിരി ചേറാണ്, വീഡിയോ എടുക്കാൻ പാടായിരിക്കും. ഇത് ഈ കാണുന്ന തിട്ടയുടെ താഴോട്ട് ഫുള്ള് ചേറാണ് ഗൈസ്. അങ്ങോട്ട് ക്യാമറയായിട്ട് ഇറങ്ങാനൊക്കെ പാടാണ്. അപ്പോൾ താഴെ പോയി വീശിയിട്ട് ഇപ്പോൾ കരക്കോട്ട് കൊണ്ടുവരാം. പൊക്കി പിടിച്ച് കയറിയാൽ മതി. ചെളിയുണ്ടോ? ആ ഓ നീ നിക്കടാ ഈർത്തുണ്ടോ? അവൻ്റെ കാലാണ് എൻ്റെ ഇരുന്ന്. അത് ഒളിഞ്ഞു പോയി. അത് വീഡിയോ എടുക്കും. ഇല്ലടാ 2 കാലും ഉണ്ടായി. ഇങ്ങനെ എടുക്കും. എനിക്ക് കാണണ്ടേ? 2 കാലും ഉണ്ടായി. വേറെ ഒന്നും നീ അടിച്ച പകരുണ്ടോ? പോത്തില്ല. എല്ലാവരും സുന്ദരം മാത്രം വരുന്നില്ല. എടുക്കടാ ഇതൊന്ന് കുടഞ്ഞാതെ വീശിക്കണ്ടെങ്കിൽ വല പൊങ്ങത്തില്ല കേട്ടോ. അറിഞ്ഞില്ല. ലാസ്റ്റ് എടുക്കാം. എനിക്ക് നല്ല ചപ്പാണേ. പോടെ അങ്ങനെ സൈഡിലാണ് കിടക്കുന്നത്. നീ എന്നാ ഇത് പിടിക്കും. എന്നാന്നറിയോ? ഞാൻ പറക്കിട്ടോ അല്ല ഈ ചെറിയാവും. ഇത് നീക്കില്ല. ശരിയാകുന്നില്ല. നമ്പറിടാൻ പോവാ. ടോക്കണിടാൻ പോവാ. അപ്പോൾ ഗൈസ് അവിടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് സ്പോട്ടായ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കുളിക്കുന്ന സ്പോട്ടും വല കഴുകാനും എല്ലാം ഈ സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ തീറ്റിട്ടെടുത്ത് നമ്മൾ ഒരു വീശി പരലിനെയും പള്ളത്തി കുറച്ച് ചെമ്മീനൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ലൈവ് ഫിഷിങ് എപ്പോഴും നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഗായ്സ് തേങ്ങാ പിണ്ണാക്കും കപ്പയും എല്ലാം കൂടെ കൂടി നമുക്കൊരു 40 രൂപ 50 രൂപ ചിലവായിട്ടുള്ളൂ. പിന്നെ ഒരു വീശുവല ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മീൻ പിടിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇരുട്ടായതുകൊണ്ട് ഒരു പരിമിതി ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.